പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ച് ദിവസം, ഒത്തിരി എന്ന് പറയാനില്ല, കുറച്ച് ദിവസമായി ഞാൻ വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബിലിട്ടിട്ട് അത് എഡിറ്റ് ചെയ്യുന്ന ആൾക്ക് ചെറിയൊരു വയ്യായ്യൊക്കെ ഉള്ള കാരണമാണ് കേട്ടോ ഞാൻ വീഡിയോകളൊന്നും ഇടാതിരുന്നത്. പിന്നെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടിടാം എന്ന് വിചാരിച്ചു. പിന്നെ ഇതുവരെ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയോടെ ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇനിയും നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടൊക്കെ എനിക്കുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുമാതിരി ഞാൻ പറയുന്നതിന് നല്ല നല്ല വാക്കുകളും അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ തിരുത്തി തരുന്നതിനൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറ്റങ്ങൾ കുറവുകൾ പറയുമ്പോൾ അത് നന്നാക്കാൻ നമ്മൾ ശ്രമിക്കാം. അതുമാതിരി നിങ്ങൾ ഇവിടെ ഓരോ വാക്കുകൾക്കും എനിക്ക് വിലയേറിയ വാക്കുകളാണ്. ഇന്ന് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഇടവകയിൽ എല്ലാ മാസവും കിടപ്പ് രോഗികൾക്ക് ഈശോയെ കൊണ്ടുവരുന്ന ഒരു പതിവുണ്ട്. അത് ഏകദേശം ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ കൊണ്ടുവരിക. അത് ഒരു ദിവസം എന്നില്ല, അതെൻ്റെ അച്ഛൻ്റെ ഒഴിവിനനുസരിച്ച് കൊണ്ടുവരും. അതിൽ ഒരുപാട് ഞാൻ സന്തോഷം കണ്ടെത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ആ ഈശോയെ സ്വീകരിക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം നമ്മൾ അതിനൊരുങ്ങി നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ആ ഈശോയെ സ്വീകരിക്കുമ്പോൾ വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നാറുണ്ട്. എല്ലാ ദിവസവും ദിവ്യബലിയിലൊന്നും പങ്കെടുക്കാൻ പോകാൻ എനിക്ക് സാധിക്കാറില്ല. നമ്മൾ ഫോണിലൂടെയൊക്കെ ദിവ്യബലി എത്ര നമ്മൾ കേട്ടാലും നേരിട്ടിട്ടുള്ള ഒരു അനുഭവമല്ല നമുക്ക് ഫോണിലൂടെയും ടി വിയിലൊക്കെ കാണുന്ന ദിവ്യബലി. പക്ഷേ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒത്തിരി മനസ്സിനും ശാരീരികവും ഒക്കെ ഒരു സന്തോഷം ഉണ്ടാവും നമ്മുടെ നേരിട്ടുള്ള ദിവ്യബലി. പിന്നെ ഈ ദിവ്യബലിയിൽ എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കുന്ന ഈശോയെ സ്വീകരിക്കുന്ന അനേകം മക്കളുണ്ട്. അതുപോലെ അങ്ങനെ പള്ളികളിലേക്ക് പോയാലും ഈശോയെ സ്വീകരിക്കാത്തവരും ഉണ്ട്. പക്ഷേ ആ ഈശോയെ സ്വീകരിക്കാത്തതിൻ്റെ കാരണം പലതായിരിക്കാം. ചിലപ്പോൾ ഞാൻ കുറേ നാളായില്ലോ കുമ്പസാരിച്ചിട്ട് എന്ന് ചിന്തിച്ചിട്ടായിരിക്കാം. സാധിക്കുന്നവർ അത് എല്ലാ ദിവസവും കുർബാന ഈശോയെ സ്വീകരിക്കണം. നമുക്ക് നമ്മുടെ ഈശോയെ അല്ലാതെ നമുക്ക് ആരുമില്ല. നമ്മളെ പലരും പല സപ്പോർട്ടായിട്ടും വരും. പക്ഷേ അവരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. പലതരത്തിലും നമ്മളതിനെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈശോ ഒരിക്കലും നമ്മളതിനെ ഉപേക്ഷിച്ച് പോവില്ല. നമ്മൾ ഈശോയെ എനിക്ക് ഇങ്ങനൊരു ആവശ്യമുണ്ട് കേട്ടോ ഈശോയെ എന്ന് നമ്മൾ മനസ്സ് തുറന്ന് പറഞ്ഞാൽ ഈശോയെ അത് നടത്തി തരും. അഥവാ നമുക്ക് ഈശോ ആ സമയത്ത് നമ്മൾ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഈശോ നമുക്ക് നടത്തി തരാൻ തടസ്സം നേരിട്ടുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു നന്മ അവിടെ ഉണ്ടായിരിക്കും കേട്ടോ. അതൊന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ എനിക്ക് എന്തുകൊണ്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കാതിരുന്നത്. അപ്പോൾ നമ്മളൊന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. അപ്പോൾ എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അവിടെ നന്മ ഉണ്ടായിരിക്കും. ഈശോ നമ്മൾ ഒരിക്കലും തള്ളിക്കളയില്ല. ഈശോയുടെ മക്കളല്ലേ നമ്മൾ. അപ്പോൾ ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. പക്ഷേ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളതിനെ തള്ളിക്കളഞ്ഞൊന്ന് വരും. അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ട, അയ്യോ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമില്ല, അത് കാരണം എന്നെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഇന്ന് ചെയ്ത പ്രവൃത്തി ചിലപ്പോൾ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതും പറയാം. നമുക്ക് മനുഷ്യരല്ലേ, മനുഷ്യർ പല സമയത്ത് പല വാക്കുകളും പല സ്വഭാവമൊക്കെ ഉണ്ടായിരിക്കാം മനുഷ്യന്മാർക്ക്. അപ്പോൾ അതിനൊന്നും അത് നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു വരാമെന്ന് വേണമെങ്കിൽ പറയാം. എങ്കിലും നമ്മൾ എപ്പോഴും ഈശോയോട് ചേർന്നിരിക്കുക. അതുമാതിരി തന്നെയാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും പരിശുദ്ധ അമ്മയെ. കണ്ടോ, അമ്മയില്ലാതെ മകൻ ഉണ്ടായിട്ടില്ല, ഇല്ലല്ലോ. എപ്പോഴും നമ്മൾ അമ്മയോടുള്ള ഭക്തി, എപ്പോഴും നമ്മൾ നല്ല ഭക്തിയിൽ തന്നെ നമ്മൾ ഇരിക്കണം. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു സ്വർഗസ്ഥനായി ഒരു നന്മ നിറഞ്ഞ മറിയമ്മ ചെല്ലുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ ചെല്ലുകയാണെങ്കിൽ നമുക്കെല്ലാം അതിലുണ്ട്, ആ പ്രാർത്ഥനയിലുണ്ട്. ഒരുപാട് പ്രാർത്ഥനകൾ ഇപ്പോൾ ഓരോ വ്യക്തികളും പുതിയ പ്രാർത്ഥനകൾ ഇറക്കുന്നുണ്ട്, പല പ്രാർത്ഥന. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 പ്രാർത്ഥന ഇത് തന്നെയാണ്. ഒരു സ്വർഗസ്ഥനായി ഒരു നന്മ നിറഞ്ഞ മറിയമ്മ നമ്മൾ മനസ്സിരുത്തി ചെല്ലി കഴിഞ്ഞാൽ അതിന് നല്ല അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ സ്വർഗസ്ഥനായ ചെല്ലുമ്പോൾ ഒന്ന് ഓരോ വാക്കെടുത്തിട്ടൊന്ന് നോക്കി നോക്ക്. സ്വർഗസ്ഥനായ നമുക്ക് എന്നേക്കുള്ള ആഹാരം അതിൽ നമുക്ക് തരുന്നുണ്ട്. അന്നത്തെ ആഹാരത്തിന് നമ്മൾ അന്നാന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലേ, ആ സ്വർഗസ്ഥനായ പിതാവ്. അതുമായി നന്മ നിറഞ്ഞ മറിയമ്മയിൽ നമ്മൾ പറയുന്നത് മരണസമയം എല്ലാത്തിനേക്കാളും കൂടുതൽ നമ്മൾ പറയുന്നത്. എന്നിട്ട് നന്മ നിറഞ്ഞ മറിയമ്മയെ ചെല്ലുമ്പോൾ അതിൽ പരിശുമറിയമ്മയൊക്കെ ചെല്ലുമ്പോൾ നമുക്കതിൽ കാണാം മരണസമയത്തെക്കുറിച്ച് പറയുന്നത് കാണാം. ഇന്ന് മരണത്തിന് വേണ്ടി ഒത്തിരി മരിക്കാൻ പറ്റാതെ കിടക്കുകയാണ് ശരിക്കും മനുഷ്യർ. എന്താണെന്ന് വെച്ചാൽ, മരിക്കാൻ പറ്റാതെ വെച്ചാൽ
90 വയസ്സായാലും എങ്ങനെ ജീവിതം ഇനിയും എത്രയും കാലം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പലതരം മരുന്നുകളും പലതരം നമ്മുടെ ശരീരത്തിൽ ശ്വാസം പോവാതിരിക്കാനുള്ള പലതരങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട് വെന്റിലേറ്ററിൽ കൊണ്ടിടുക. ഒരു സ്വസ്ഥതയായിട്ട് നമുക്ക് മരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുണ്ടാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു സമാധാനം എന്ന വീട്ടുകാരുടെ ചുറ്റും ഇരുന്ന് നമുക്ക് മരിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊണ്ടുപോകും ആശുപത്രിയിൽ. അത് കൊണ്ടുപോയി എവിടെ കൊണ്ടിടും? ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു വെന്റിലേറ്ററിൽ കൊണ്ടുപോയിടും. ഏറ്റവും അവസാനത്തെ നിമിഷം പോയി കിടക്കണം. നമ്മൾ സുംസ്തേരിയിൽ പോയി കിടക്കണ പോലെ ഒരു അവസാനം ഒരു നിമിഷമാണ് ആരുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യം ആണ് നമുക്ക് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. പക്ഷേ ഒരുവിധം പ്രായമായി, നമുക്കൊരു വിധം പ്രായമായി കഴിഞ്ഞാൽ മക്കളൊക്കെ ഒന്ന് ചിന്തിക്കുക, അതുമാതിരി ബന്ധുക്കളും ചിന്തിക്കുക. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പ്രായമായിട്ടല്ലേ ഈ വെന്റിലേറ്ററിലൊക്കെ ഇടുന്നേക്കാളും നല്ലത് നമ്മുടെ ഒരുമിച്ച് നമ്മുടെ അപ്പനെയും അമ്മേനെയും നമ്മളെല്ലാവരും ഒരുമിച്ച് വട്ടട്ട് ഇരുന്ന് ഒരു ഈശോ മറിയ ഔസേപ്പ് ആത്മാവിന് കൂട്ടായിരിക്കണേ എന്നൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു ജപമാലയൊക്കെ ചൊല്ലി ഒരു കരണ്ട കൊന്തൊക്കെ ചൊല്ലിയിരിക്കുകയാണെങ്കിൽ നന്നായിരിക്കില്ലേ? ഈശോ മറിയ ഔസേപ്പ് ആത്മാവിനെ കൂട്ടായിരിക്കണേ എന്നൊക്കെ നമ്മൾ ചുറ്റും നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ മരണത്തിനോട് മല്ലടിച്ചിരിക്കുന്ന ഓരോ വ്യക്തി, ചിലപ്പോൾ സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ മക്കളായിരിക്കാം. അപ്പോൾ ഏറ്റവും അവസാന ഒരു നിമിഷമാണ് നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ ഡോക്ടർമാർ പറയുകയാണെങ്കിൽ ഇനിയും ഒരുപാട് രക്ഷപ്പെടണം എന്നും പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കളഞ്ഞ് നമ്മൾ ഇതാക്കുന്നതിനേക്കാളും നല്ലത് ആ ആളെ രക്ഷിക്കാൻ ഒരു ചെറുപ്പക്കാരാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നത് നല്ലതാണ്. എന്താ വെച്ചാൽ ചിലപ്പോൾ അതിലൂടെ നമുക്ക് രക്ഷപ്പെടും. ഒരു ഒത്തിരി പ്രായമായിട്ടും നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് മരണസമയത്തിന് നല്ലൊരു നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഞരമ്പുകൾ കിട്ടാതെ പല മുറിവുകളൊക്കെ ആയിട്ടാണ് നമുക്ക് മരണസമയത്ത് പോണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഇല്ലാതിരിക്കുക. പിന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു ചിന്ത ഇത്രയേ ഉള്ളൂ, എപ്പോഴും ഒരിക്കൽ നമുക്കൊരു മരണമുണ്ട് ഇല്ലേ? മരണമില്ലാത്തൊരു ദിവസം നമുക്കില്ല. നമ്മൾ ലോകം മുഴുവൻ നേടിയാലും നമുക്ക് അവസാന നിമിഷം നമ്മുടെ ആത്മാവിനെ ഈശോ കൊണ്ടുപോകാൻ കടന്നു വരാതിരിക്കില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ എന്തെങ്കിലും നല്ലൊരു സന്ദേശം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വിലയേറിയ ഒരു നല്ലൊരു സന്ദേശമാണെന്ന് വിചാരിച്ച് എടുക്കുക. ഇത്രയേ ഉള്ളൂ. മരണസമയം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതം ഞാൻ എന്നും ഈശോ മറിയ ഔസേപ്പ് ആത്മാവിന് കൂട്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എന്നും ഈശോ എൻ്റെ അരികിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ അന്ന് ഞാൻ പോരാൻ തയ്യാറായിട്ട് ഈ നിമിഷം വരെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴായാലും പോകണം. ഒരു ദിവസം ഒരു നന്മയെ നമുക്ക് ചെയ്യാൻ സാധിച്ചു തുടങ്ങി അത് മതി. നമുക്ക് ഒരുപാട് നന്മകൾ ചെയ്യാൻ ദൈവം അവസരം ഒരുക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുകയാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, അതുമാതിരി ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടമാണ്, എൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. ശരി കേട്ടോ.